ഇപ്പോൾ നമ്മുടെ 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നീറ്റ് എക്സാമിനേഷൻ ഓക്കെ ആണോ, PSC UPSC ഒക്കെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണോ NIOS? പരീക്ഷയുടെ സമയത്ത് മാത്രമാണ് നമ്മൾ പരീക്ഷാ കേന്ദ്രത്തിൽ പോയി പരീക്ഷ എഴുതുന്നത്. അതല്ലാതെ പഠിക്കുന്നതും കാര്യങ്ങളെല്ലാം ഓൺലൈനാണ്. ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. NIOSന്റെ സിലബസ് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണ്. 2027 ഏപ്രിൽ ബാച്ചിലെങ്കിലും പരീക്ഷ എഴുതി ഒരു 10ാം ക്ലാസ് +2 ഒക്കെ നിങ്ങൾ കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ സംശയമാണ്, ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 NIOS വഴി എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ NIOS അഡ്മിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ചില ആളുകളുടെ സംശയമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, then ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. NIOSൽ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നടക്കുന്നുണ്ടോ? നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന 2027 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് 10ാം ക്ലാസ്സും +2 ഒക്കെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ NIOS അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ ഒരു 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2 ഒക്കെ നമ്മൾ അഡ്മിഷൻ എടുത്ത് പരീക്ഷ എഴുതി കഴിഞ്ഞ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപരിപഠനത്തിനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നതാണ്, മിസ് ഇതില് NIOS വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണോ നൽകുന്നത്? അതുപോലെ തന്നെ നമ്മുടെ കേരള എൻട്രൻസ് എക്സാമിനേഷന് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? അതേപോലെ നീറ്റ് എക്സാമിനേഷൻ ഓക്കെ ആണോ, PSC UPSC ഒക്കെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണോ NIOS? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ആളുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ചാനലിൽ തന്നെ NIOS കോഴ്സിനെ കുറിച്ചുള്ളത് ഒരു 2018 മുതൽ നമ്മൾ ഈ NIOSന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മൾ ഇവിടുന്ന് ലോകമെമ്പാടുമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ NIOS വഴി പഠിച്ച് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പാസ് ഔട്ട് ആയി പോകുന്നുണ്ട് ഓരോ അധ്യയന വർഷത്തിലും. നമുക്കറിയാം NIOSലാകുമ്പോഴത്തേന് ഒരു വർഷത്തിൽ 2 പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏപ്രിൽ മാസത്തിലെ പരീക്ഷയുണ്ട്, ഒക്ടോബർ മാസത്തിലെ പരീക്ഷയുണ്ട്. അപ്പോൾ ഒരുപാട് നിരവധി കുട്ടികളാണ് നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുത്ത് പാസ് ഔട്ട് ആയി പോയിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ പാസ് ഔട്ട് ആയി പോകുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഉപരിപഠനത്തിന് എവിടെ പോയി ജോയിൻ ചെയ്യുന്നു? എൻട്രൻസ് എക്സാം ഇവർ എഴുതുന്നുണ്ടോ? PSC UPSC എക്സാമുകൾ ഇവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ നിലനിൽക്കുന്ന സംശയങ്ങൾ തന്നെയാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും NIOS എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും വരുന്നില്ല. കാരണം നമ്മളായിട്ട് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഇവിടുന്ന് നൽകുന്നില്ല എന്നുള്ളതാണ് ഈ NIOSന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റിന്റെ ആണ്. ഗവൺമെന്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സസും കാര്യങ്ങളും മാത്രമേ നമ്മൾ ഇവിടുന്ന് നൽകുന്നുള്ളൂ കേട്ടോ. ഇനി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. നമുക്കറിയാം, ഞാനിപ്പോ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ അഡ്മിഷൻ നടക്കുന്ന 2027 ഏപ്രിൽ മാസത്തിലേക്കുള്ളതെന്ന് പറഞ്ഞു. അതായത് 2027 ഏപ്രിൽ മാസത്തിലാണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷനും രജിസ്ട്രേഷനും ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജൂൺ ജൂലൈ മാസത്തിൽ, അതായത് 2026 ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ ഒരു അഡ്മിഷന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഇല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷാ കേന്ദ്രം കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ അഡ്മിഷൻ എടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണം. ഇനി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ഇവിടെ LBയിലൊക്കെ ജോയിൻ ചെയ്തിട്ട് രജിസ്ട്രേഷൻ തന്നെ ചെയ്യും. അതിന്റെ ഒന്നും ആവശ്യമില്ല. അഡ്മിഷൻ എടുത്ത രജിസ്ട്രേഷൻ നടപടി എന്ന് പറയുമ്പോൾ അതെല്ലാം നമ്മൾ തന്നെ ഇവിടുന്ന് ചെയ്തു തരും കേട്ടോ. അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, അസൈൻമെന്റ്, പ്രോജക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു അധ്യയന വർഷത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കാദമി മുഖേന നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പാസ് ഔട്ട് ആവുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട്. ഇനി നമ്മുടെ അക്കാദമിയിൽ NIOSന്റെ 10ാം ക്ലാസ്സും +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റി, സയൻസ് ഈ 3 ഗ്രൂപ്പുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചുള്ള തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട്. നിങ്ങൾ പുറത്ത് വേറെ എവിടെയെങ്കിലും പോയി ആശ്രയിക്കേണ്ട ഒരു കാര്യം നമുക്ക് വരുന്നില്ല. അതുപോലെ ചില ആളുകൾ 2027ലേക്കൊക്കെ സെൽഫായിട്ടുള്ള രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അക്കാദമി മുഖേന ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് അതും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ ചില ആൾക്കാർ സ്വന്തമായിട്ടൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരുപാട്
ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാവാതെ ഇരിക്കട്ടെ. കാരണം മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അറിയാൻ മേലാതെ വല്ല യൂട്യൂബിലോ ഇവിടെയൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് അതേപോലെ ചെയ്ത് കുറെ കോമ്പിനേഷനിലകത്ത് കുറെ സബ്ജക്റ്റുകളൊക്കെ ചൂസ് ചെയ്ത് പിന്നീട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കാദമി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അത് സബ്ജക്ട് കോമ്പിനേഷൻ ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, സിലബസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യം മനസ്സിലായി. പിന്നെ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് ഇതിന് പ്രായപരിധി ഉണ്ടോ എന്നുള്ളത്. ഒരിക്കലും ഒരു പ്രായപരിധിയോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു കോഴ്സാണ് ഈ NIOSന്റെ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ഏതൊരു ഏജിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ NIOS വഴി എഴുതിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ LB തന്നെ ഒരുപാട് ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ പ്രൊമോഷന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവര് 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ ഇവിടെ LBയിൽ ജോയിൻ ചെയ്ത് പഠിച്ച് പാസ് ഔട്ട് ആയി പോയിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ബാച്ചിലും നമുക്ക് ഇങ്ങനെയുള്ള ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലുള്ള ആളുകളുണ്ട്, കേരളത്തിന് പുറത്തുള്ള ആളുകളുണ്ട്, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും ഈ NIOS വഴി 10ാം ക്ലാസ്സും പ്ലസ് ടും കരസ്ഥമാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ ഈ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പൊ പഠിക്കുന്നത് മാത്രമാണ് ഓൺലൈനിലൂടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓഫ്ലൈൻ ആണ് കേട്ടോ. അതായത് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഓഫ്ലൈൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ ഒരു പരീക്ഷാ കേന്ദ്രം കിട്ടും. ആ പരീക്ഷയുടെ സമയത്ത് മാത്രമാണ് നമ്മൾ പരീക്ഷാ കേന്ദ്രത്തിൽ പോയി പരീക്ഷ എഴുതുന്നത്. അതല്ലാതെ പഠിക്കുന്നതും കാര്യങ്ങളെല്ലാം ഓൺലൈൻ ആണ്. ഓൺലൈൻ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. NIOSന്റെ സിലബസ് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിലൂടെയും റെക്കോർഡ് ക്ലാസ്സിലൂടെയും ഒക്കെ നിങ്ങളെ പാസ്സാക്കി എടുക്കുന്ന കാര്യം നമ്മൾ അങ്ങ് ഏറ്റെടുക്കുവാണ്. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു 2027 ഏപ്രിൽ ബാച്ചിലെങ്കിലും പരീക്ഷ എഴുതി ഒരു 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ നിങ്ങൾ കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജൂൺ ജൂലൈ മാസത്തിലാണ് ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ ഫൈനും സൂപ്പർ ഫൈനും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും പോവണ്ട. ഈ വർഷം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും NIOSനെ കുറിച്ച് ഇപ്പൊ അഡ്മിഷന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ കോള് എടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഒന്നുമില്ല, ഇപ്പൊ അഡ്മിഷൻ നടക്കുന്നുണ്ട് NIOSൽ 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഫൈൻ ഇല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. 2027 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം, വെറും 5 വിഷയങ്ങൾ പഠിച്ചാൽ മതി അല്ലെ. മലയാളത്തിലൊക്കെ പരീക്ഷ എഴുതുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.